ഹലോ ഗൈസ്, ആൾട്ടോ LXയുടെ ECM കംപ്ലൈൻ്റ് ആയിട്ട് വന്ന വണ്ടിയാണിത്. നമുക്ക് ECM കംപ്ലൈൻറ്റ് എങ്ങനെ ആണ് കാണിക്കുന്നതെന്ന് നമുക്ക് സിമ്പിളായി നോക്കാം. ഇതാണ് ECM. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ECM ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കംപ്ലൈൻറ്റാണ് വണ്ടിയുടെ വന്ന ECM. നമുക്ക് ECM എങ്ങനെ കംപ്ലൈൻറ്റ് ആയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാം നോക്കാം. ആൾട്ടോയിൽ കോമൺ ആയിട്ട് 15 വർഷം കഴിഞ്ഞ വണ്ടികളിൽ കോമൺ ആയിട്ട് കാണിക്കുന്ന ഒരു കംപ്ലൈൻ്റാണ് ECM കംപ്ലൈൻറ്റ്. സിമ്പിളായി പറഞ്ഞുതരാം നിങ്ങൾക്ക് ECM എങ്ങനെ കംപ്ലൈൻ്റ് ആണെന്ന് കണ്ടുപിടിക്കാമെന്ന്. ഇതിലിപ്പോൾ ബാറ്ററി ലാമ്പ്, ഓയിൽ ലാമ്പ്, ഹാൻഡ് ബ്രേക്കിൻ്റെ ലാമ്പ് കത്തുന്നുണ്ട്. അതുപോലെ ഈ ഇടത് സൈഡിലാണ് ഇതിൻ്റെ രഹസ്യം ഇരിക്കുന്നത്. അതല്ലേ ചെക്ക് എഞ്ചിൻ ലാമ്പും ഇമോബിലൈസർ ലാമ്പും. ECM കംപ്ലൈൻ്റ് ആണെങ്കിൽ ഇത് രണ്ടും കത്തില്ല, ഇത് രണ്ടും കാണിക്കില്ല നമുക്ക് മീറ്ററിൽ. ഇപ്പം കാണിക്കുന്നുണ്ട്, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞത്. ഈ കണ്ടീഷനിൽ വണ്ടി സ്റ്റാർട്ടാവും. കണ്ടില്ലേ, വണ്ടി സ്റ്റാർട്ടായി, ഒന്നും ചെയ്യുന്നില്ല. താക്കോൽ ഓഫ് ചെയ്തു, ഇനിയും താക്കോൽ ഓൺ ചെയ്യുമ്പോൾ അവിടെ കത്തില്ല. കണ്ടില്ലേ, അത് കാണിച്ചില്ലെങ്കിൽ എൻജിൻ വണ്ടി സ്റ്റാർട്ടാവില്ല. ഇനി അത് കാണിക്കില്ല. അങ്ങനെയാണ് നമുക്ക് ECM കംപ്ലൈൻ്റ് ഉള്ള വണ്ടികളിൽ കാണിക്കുന്നത്. ചില ടൈമിൽ ആ ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് എപ്പോഴെങ്കിലും ഒരു 10-30 പ്രാവശ്യം താക്കോൽ ഓഫ് ചെയ്ത് ഓൺ ചെയ്താൽ ചിലപ്പോൾ കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കാണിക്കില്ല. പിന്നെ ഒരു ദിവസം കഴിഞ്ഞാലേ കാണിക്കുള്ളൂ, അതും ഒറ്റ പ്രാവശ്യമേ കാണിക്കുള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി ഓഫ് ചെയ്താൽ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയാൽ പിന്നെ കാണിക്കില്ല. അപ്പോൾ ECM ആൾട്ടോ LXയിൽ ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കായിരിക്കും ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണേ. സെക്കൻഡ് ഹാൻഡ് കൊണ്ടുവന്നിട്ടുണ്ട് ECMൽ. അതും ചെറിയ വ്യത്യാസമുണ്ട്, നമ്പർ വേരിയേഷൻ ഉണ്ട്. കണ്ടില്ലേ, Euro 3 എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, Euro 3 IMB. അപ്പോൾ ECM സെക്കൻഡ് ഹാൻഡ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ നോക്കിയൊക്കെ എടുക്കണേ. ഇപ്പോൾ മാറ്റണം. എടുത്തിട്ട് വന്നാൽ നമുക്ക് അറിയുന്ന കസ്റ്റമർ ആയതുകൊണ്ട്, പൊളി മാർക്കറ്റിൽ നിന്നാണ് എടുത്തത്, അറിയുന്ന ഒരു ചേട്ടനായതുകൊണ്ട് അത് മാറിത്തരാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരം വർക്ക്ഷോപ്പുകാരായതുകൊണ്ട്. ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പറയണേ. ECM നമുക്ക് ചുരുങ്ങിയ വിലയിൽ മേടിക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടും ECM. ഓക്കെ ഫ്രണ്ട്സ്, ഇതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാവുന്ന കംപ്ലൈൻറ്റ് തന്നെയാണ്. പിന്നെ സർവീസിന് കൊടുത്തൂടെ എന്ന് ചോദിച്ചാൽ ECM, ഈ ഒരു മോഡൽ ECM നമുക്ക് സർവീസ് കോസ്റ്റ് വരുന്നതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് സെക്കൻഡ് ഹാൻഡ് ECM കിട്ടും. ഒന്ന് കീ കോഡിങ് മാത്രം ചെയ്താൽ മതി, റെഡിയാവും. കീ കോഡിങ് ഒക്കെ നമ്മൾ ഇവിടെ ചുരുങ്ങിയ റേറ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റിയ കംപ്ലൈൻ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. നമ്മളെക്കൊണ്ട് പറ്റിയ ഹെൽപ്പ് എല്ലാം ഉണ്ടാവും. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.